എല്ലാവർക്കും കോസ്മിക് 60 സെക്കൻഡ് എന്ന എൻ്റെ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രപഞ്ചത്തിലെ തന്നെ ഒരു മഹത്തായ കണ്ടെത്തലുകൾ, പല കണ്ടെത്തലുകൾ ഉണ്ടെങ്കിലും ഈ കണ്ടെത്തലിന് എന്താണ് ഇത്ര പ്രാധാന്യം എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കീപ്പു സ്ട്രക്ചേഴ്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും ഇതെന്താണെന്നും കൃത്യമായി ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. മുഴുവനുമായും ഈ വീഡിയോ കാണുക. എന്നാൽ മാത്രമേ എന്താണ് കീപ്പു സ്ട്രക്ചേഴ്സ് എന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും സവിശേഷതകൾ എന്താണെന്നും മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ എന്താണ് കീപ്പു സ്ട്രക്ചേഴ്സ് എന്ന് നോക്കാം. പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ ഘടനയാണ് കീപ്പു സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഏകദേശം 1.3 ബില്യൺ പ്രകാശവർഷം ആണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന ഈ സൂപ്പർ സ്ട്രക്ചറിന് നമ്മളുടെ സൂര്യൻ്റെ 200 ക്വാഡ്രില്യൺ മടങ്ങ് മാസാണ് ഉള്ളത്. അത്രയധികം ഭീമാകാരമായ സ്ട്രക്ചറാണ് കീപ്പു സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ഗാലക്സിയായ മിൽക്കി വേ ഗാലക്സിയുടെ 13,000 മടങ്ങ് നീളമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാന പ്രപഞ്ച സ്ഥാനമാക്കിയാണ് മാറ്റുന്നത്. അത്രയും വലിയൊരു സ്ട്രക്ചറാണ് ഇത് എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കീപ്പു സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് വെറും ഒരു ക്ലസ്റ്റർ മാത്രമല്ല, ഗാലക്സി ക്ലസ്റ്ററുകളുടെയും ഫിലമെൻറ്റുകളുടെയും ഒരു വലിയ ശൃംഖലയാണ് ഈ കീപ്പു സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഗാലക്സി ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ, അനേകം ഗാലക്സികൾ കൂടിച്ചേർന്ന് ഗ്രാവിറ്റിയുടെ ഫലമായി ഒന്നായി നിൽക്കുന്നു. അതിനെയാണ് ഗാലക്സി ക്ലസ്റ്ററുകൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അനേകം ഗാലക്സി ക്ലസ്റ്ററുകളും മറ്റ് ഫിലമെൻറ്റുകളും എല്ലാം കൂടി ചേർന്നുണ്ടാകുന്ന ഒരു വലിയ സ്ട്രക്ചറാണ് കീപ്പു സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര വലുതാണ് നമ്മുടെ കീപ്പു സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഗാലക്സി ക്ലസ്റ്ററുകളിൽ തന്നെ ആയിരക്കണക്കിന് ഗാലക്സികളാവും ഉണ്ടാകുക. ഒരു പക്ഷേ അതിൽ കൂടുതലോ ഉണ്ടാകാം. ഇങ്ങനെയുള്ള ഗാലക്സികളെല്ലാം കൂടി ചേർന്നാണ് ഇത്രയും വലിയൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കുന്നത്. നമ്മളുടെ ക്ഷീരപഥം എന്ന് പറയുന്നത് ലോക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ക്ലസ്റ്ററുടെ ഭാഗമായിട്ടുള്ളതാണ്. നമ്മളുടെ ക്ലസ്റ്ററുകളിൽ ഏകദേശം 40ഓളം ഗാലക്സികളാണ് ഉള്ളത്. അതിലൊന്നാണ് ആൻഡ്രോമീഡ ഗാലക്സിയും പിന്നെ മറ്റ് ചെറിയ ചെറിയ ഗാലക്സികളും എല്ലാം കൂടി ചേർന്നാണ് ലോക്കൽ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന നമ്മളുടെ ഗാലക്സി ക്ലസ്റ്റർ ഉണ്ടായിരിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞത് ഈ ഗാലക്സി ക്ലസ്റ്ററുകളും ഫിലമെൻറ്റുകളും ചേർന്നാണ് കീപ്പു സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫിലമെൻറ്റ്സ് എന്ന് നോക്കാം. അനേകം ഗാലക്സികൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന സ്ട്രിങ് എന്ന് വേണമെങ്കിൽ ഈ ഫിലമെൻറ്റുകളെ പറയാം. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ കയർ ഉപയോഗിച്ച് ഒരു സാധനത്തെ മറ്റൊരു സാധനമായി കെട്ടുന്നു എന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയുള്ളൊരു സംഭവം. പക്ഷേ ഇത് കെട്ടുകയല്ല എന്ന് മാത്രം. അനേകം ഗാലക്സികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ഒരു സംവിധാനത്തിനെ നമ്മൾ ഫിലമെൻറ്റുകൾ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഫിലമെൻറ്റുകളും ഗാലക്സി ക്ലസ്റ്ററുകളും എല്ലാം കൂടി ചേർന്നുള്ള ഒരു വലിയ സംഭവമാണ് കീപ്പു സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനിയും മറ്റു വിവരങ്ങളിലേക്ക് കടക്കാം. ഈ സ്ട്രക്ചറിനെ നമുക്ക് നോക്കുമ്പോൾ അതിനെ നമുക്ക് ഉപമിക്കാൻ കഴിയുന്നത് ഒരു വലിയ സെൻട്രൽ ഫിലമെൻറ്റ് കടന്നു പോകുന്നു. അതിൽ നിന്നും ഈ സെൻട്രൽ ഫിലമെൻറ്റിൽ നിന്നും മറ്റ് ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ ഇങ്ങനെ പോകുന്നത് പോലെയാണ് നമുക്ക് ഈ സ്ട്രക്ചറിനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രപഞ്ചത്തിൽ തന്നെ ഇതേപോലെ തന്നെ 4 സൂപ്പർ സ്ട്രക്ചറുകളാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കീപ്പു സ്ട്രക്ചറുകളിൽ ദൃശ്യപ്രപഞ്ചത്തിലെ ഏകദേശം 45% ഗാലക്സി ക്ലസ്റ്ററുകളും 30% ഗാലക്സികളും 25% മാറ്ററുമാണ് ഉള്ളത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സ്ട്രക്ചറിൽ ഏകദേശം നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ വോളിയത്തിൻ്റെ 13% അടങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. ഗാലക്സി ക്ലസ്റ്ററുകളിൽ നിന്നുള്ള എക്സ്റേ ഡേറ്റ വിശകലനം ചെയ്തുകൊണ്ടാണ് ഈ കണ്ടെത്തൽ നടത്തിയത്. പ്രപഞ്ചത്തിന് തന്നെ വിശാലതയും സങ്കീർണതയും മനസ്സിലാക്കാനുള്ള മനുഷ്യരാശിയുടെ തുടർച്ചയായ യാത്രയെ ഈ കണ്ടെത്തൽ എടുത്തു കാണിക്കുകയാണ്. തുടർന്നും ഈ വീഡിയോ നമ്മൾ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഉണ്ടാകുമ്പോൾ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.